കാരണം നമ്മൾ തമ്മിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്ത അറ്റകുറ്റപ്പണിയും മോടി പിടിപ്പിക്കലല്ല എന്ന് പറയുന്ന സതീശൻ അനുകൂലമായിട്ടുള്ള വാർത്തകളും സതീശൻ പൂക്കി സതീശൻ എന്ന് പറയുന്ന വാർത്തയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരൊറ്റ പണിയേ ഉള്ളൂ. മനോരമ മുതൽ മീഡിയ വൺ മുതൽ രാവിലെ ഏഷ്യാനെറ്റ് വരെയുള്ളവർക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു സതീശ് ചരിതം ഭജന പാടുക, എന്നിട്ട് നേരെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ട വഴിയോടെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് മാത്രം എങ്ങനെ വിവാദമായി എന്നുള്ളത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്, ഇത് യഥാർത്ഥത്തിൽ വളരെ മികച്ചൊരു തന്ത്രമാണ്. ഏത് മറ്റേ മുസ്ലിം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗിന് അപ്രമാദിത്വം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മീഡിയ വണ്ണിൻ്റെയൊക്കെ മുഖ്യമന്ത്രിയാണ് സതീശൻ എന്ന് പറയുന്ന ലേബലിൽ നിന്ന് സതീശന് പുറത്ത് കിടക്കാനായിട്ട് സതീശൻ വളരെ ബുദ്ധിപൂർവ്വം ജിൻഡോ അടിക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കടാണ് ഈ പരിപാടി ചെയ്തേക്കടാണ്. ഇതൊക്കെ സാധാരണ ജനത്തിന് മനസ്സിലാവില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു ഘട്ടവും കൂടി ഞാൻ പറയാം. ഞാനിത് സൂക്ഷ്മമായി വിലയിരുത്തിയപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു അന്നേരം. അതായത്